എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ അത്ര മോശക്കാരെയാണ്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ. ഒടുവിൽ കളി കാര്യമാകുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. തന്റെ മനസ്സിലുള്ള സ്നേഹം ഗബ്രിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ. സത്യമാണോ ഈ പറയുന്നത്? കഴിഞ്ഞൊരു 9 വയസ്സ് തൊട്ട് ഞാൻ കിടന്ന് അനുഭവിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. 9 വയസ്സ് തൊട്ട് ഞാൻ കിടന്ന് അനുഭവിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഗബ്രി മറുപടി പറയുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ ഞാൻ ഒരു സത്യം തുറന്നു പറയാച്ച, ആ സൗഹൃദം അത് വലിയൊരു പ്രണയമായി മാറുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇനി ഞാൻ നിന്റെ അടുത്തുനിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് എന്റെ മനസ്സ് തന്നെ എന്നെ ചോദ്യം ചെയ്യും. ഈ ഭൂമിയിൽ ഞാൻ 27 വർഷം ജീവിച്ചിട്ട് ഇത്രയും എന്നെ കെയർ ചെയ്ത ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ നാളേതാ പൂണാർത്ഥം ഉണരുന്ന സ്വഭാവക്കാരനാണ്. എത്രയൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഉള്ളിലുള്ള ആ പ്രണയം പുറത്തു വരുന്നു എന്ന് വേണം പറയാൻ. അതിപ്പോ പ്രത്യേകം പറയാണ്ടോ? എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി എന്നെ കൊണ്ട് ഒക്കുന്നില്ല. 23 വയസ്സുള്ളൂ നിനക്ക് മെച്ചൂരിറ്റി ആവേണ്ട സമയമേ ആയിട്ടില്ല. അപ്പൊ ഇതെന്തുട്ടോ? ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും? പുരാണത്തിൽ ഈ കഥാപാത്രം ഭൂതനയുടെ അമ്മായിയമ്മയായിട്ട് വരും. ജാസ്മിൻ ഗബ്രിയുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു, എന്താ പറഞ്ഞ ഗബ്രി ഐ ലവ് യു സോ മച്ച് എന്ന്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. കെട്ടിപ്പിടിച്ചിരിക്കണമെന്ന് തോന്നുകയാണ്. അപ്പൊ ഗബ്രി, എന്റെ മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ടാണ്, നീ ജെന്യൂൻ ആയതുകൊണ്ടാണ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. എനിക്ക് നിന്റെ കൈകൾ കോർത്ത് പിടിക്കാൻ തോന്നുകയാണ്. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടാരും നല്ല ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഗബ്രി ഐ ലവ് യു സോ മച്ച് എന്ന്. തുടർന്ന് ഗബ്രി പറയാണ്, ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാൻ ഉണ്ടാകും നിന്റെ ഒപ്പം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഐ ലവ് യു ടു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നലെ ലൈവ് കണ്ട പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം ഇവർ കടന്നു പോകുന്ന മാനസികാവസ്ഥ. അതിന് മലയാളത്തിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് നമുക്ക് പറയാം. ജാസ്മിന് പുറത്ത് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടെ. അതായത് പുറത്തെ കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ അറിയുന്നു. സായിയിലൂടെയാണ് ജാസ്മിൻ അറിയുന്നത്. എന്തൊരു മണ്ടനാണ് ഈ സായി. ഞാൻ അത്ര മോശക്കാരെയാണ്. you're one of the most mature, kind. I mean, टमार पड़ा ठेठो